സ്ത്രീകൾ വെറും അടുക്കളക്കാരിയല്ലെന്നും അവർ ലോലമായ പൂക്കളാണെന്നും വ്യക്തമാക്കി ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തൊള്ള ഖമേനി. എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 1979 ഐക്യരാഷ്ട്രസഭ വനിതാ അവകാശ ബിൽ അംഗീകരിച്ചതിന്റെ 45-ാം വാർഷിക വേളയിലായിരുന്നു ഖമേനിയുടെ പരാമർശം. എന്നാൽ ഖമേനിക്ക് മറുപടിയായി ഇസ്രായേൽ രംഗത്തെത്തിയതോടെ ചർച്ചകൾ ചൂടുപിടിച്ചു. ഖമേനിക്ക് മറുപടിയായി ഒരു യുവതിയുടെ ചിത്രമാണ് ഇസ്രായേൽ എക്സിൽ പോസ്റ്റ് ചെയ്തത്. കറുത്ത വസ്ത്രവും അതേ നിറത്തിലുള്ള ശിരോവസ്ത്രവും അണിഞ്ഞു നിൽക്കുന്ന യുവതിയുടെ ചിത്രമാണ് ഇസ്രായേൽ പുറത്തുവിട്ടത്. അടിക്കുറിപ്പുകളൊന്നുമില്ലാതെയാണ് ഈ ചിത്രം ഇസ്രായേൽ എക്സിലിട്ടത്. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ ഇറാൻ പോലീസ് അറസ്റ്റ് ചെയ്ത മഹ്സ അമിനിയുടെ ചിത്രമാണ് ഇസ്രായേൽ ഖമേനിക്ക് മറുപടിയായി പോസ്റ്റ് ചെയ്തത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ 2022 സെപ്റ്റംബർ 16-നാണ് മഹ്സ അമിനി മരിച്ചത്. ഇസ്രായേലിൽ 2023 ഒക്ടോബർ 7-ന് നടന്ന ആക്രമണങ്ങൾക്കിടെ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘമായ ഹിസ്ബുല്ല നിരവധി സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തിരുന്നു. ആക്രമണങ്ങൾക്കിരയായ സ്ത്രീകളുടെ ചിത്രങ്ങൾ ലോകമനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചു. ഇതാണ് ഖമേനിയുടെ പോസ്റ്റിന് ചുട്ട മറുപടി നൽകാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതുന്നത്. ഖമേനിയുടെ വിവാദ പരാമർശം ഇങ്ങനെയാണ്: സ്ത്രീകൾ ലോലമായ പൂക്കളാണ്, അവർ വെറും അടുക്കളക്കാരികളല്ല. വീട്ടിൽ ഒരു പുഷ്പത്തെപ്പോലെ സ്ത്രീകളെ പരിഗണിക്കണം. പൂക്കളെ നാം നന്നായി ശ്രദ്ധിക്കണം. അവയുടെ ഗന്ധം പ്രയോജനപ്പെടുത്തി ചുറ്റുമുള്ള അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കണം എന്നാണ് ഖമേനി എക്സിൽ കുറിച്ചത്. കൂടാതെ ഒരു കുടുംബത്തിൽ സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത കടമകളാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കുടുംബത്തിന്റെ ചെലവ് നോക്കേണ്ടത് പുരുഷനാണെന്നും സ്ത്രീകൾ കുട്ടികളെ പരിപാലിക്കേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനിലെ കർശന ഹിജാബ് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്ന വേളയിലാണ് ഖമേനിയുടെ പോസ്റ്റ് ചർച്ചയാകുന്നത്. ആരാണ് മഹ്സ അമിനി? ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് ആരോപിച്ച് ഇറാനിലെ മതപോലീസ് പിടികൂടിയ മഹ്സ അമിനി കസ്റ്റഡിയിലിരിക്കെയാണ് മരിച്ചത്. ഇറാനിലെ പടിഞ്ഞാറൻ പ്രവിശ്യയായ കുർദിസ്ഥാനിൽ നിന്ന് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കുടുംബസമേതം എത്തിയതായിരുന്നു അമിനി. തലസ്ഥാന നഗരിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തലമുടി കൃത്യമായി മറച്ചില്ലെന്നാരോപിച്ചായിരുന്നു മഹ്സയെ അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അമിനി പോലീസുകാരിയുമായുള്ള വാക്കുതർക്കത്തിനിടെ കുഴഞ്ഞു വീണതായി ടെസ്റ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. തടങ്കൽ കേന്ദ്രത്തിൽ വെച്ച് ഹിജാബ് നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനിടെ അമിനിക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്നാണ് ഇറാൻ സുരക്ഷാസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. എന്നാൽ അറസ്റ്റിന് മുമ്പ് വരെ അവൾ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നുവെന്നാണ് അമിനിയുടെ വീട്ടുകാർ പറയുന്നത്. മഹ്സ അമിനിയുടെ മരണത്തിന് പിന്നാലെ ഇറാനിൽ വ്യാപക പ്രതിഷേധം അരങ്ങേറി. നൂറുകണക്കിന് പേരാണ് പ്രതിഷേധങ്ങൾക്കിടെ കൊല്ലപ്പെട്ടത്. അതേസമയം മഹ്സ അമിനിയുടെ മരണത്തിന് പിന്നാലെ രാജ്യത്ത് ഹിജാബ് നിയമം കർശനമാക്കി ഇറാൻ രംഗത്തെത്തി. ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് 15 വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുന്ന നിയമമാണ് ഇറാൻ പ്രാബല്യത്തിലാക്കിയത്. മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിക്കുന്നവർക്കും നഗ്നത പ്രോത്സാഹിപ്പിക്കുന്നവർക്കും ഹിജാബ് വിരോധികൾക്കും കടുത്ത ശിക്ഷ ഏർപ്പെടുത്തുന്ന നിയമനിർമ്മാണത്തിനാണ് ഇറാൻ അംഗീകാരം നൽകിയത്. പരിഷ്കരിച്ച നിയമത്തിലെ ആർട്ടിക്കിൾ 60 പ്രകാരം നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാറടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കുമെന്നാണ് പറയുന്നത്. കുറ്റം വീണ്ടും ആവർത്തിക്കുന്നവർക്ക് 15 വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ പറയുന്നു. ഇത്തരം ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കും. നിയമം ലംഘിക്കുന്ന സ്ത്രീകളുടെ അറസ്റ്റ് തടയാൻ ശ്രമിക്കുന്നവർക്കും തടവോ പിഴശിക്ഷയോ ഏർപ്പെടുത്തുമെന്നും നിയമത്തിൽ പരാമർശിക്കുന്നു. സ്ത്രീകൾ പൊതുസ്ഥലത്ത് ശിരോവസ്ത്രം ധരിക്കേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്ന രാജ്യമാണ് ഇറാൻ.